Today I'm going to take the seminar on the topic shell model. Nuclear models. There are mainly 5 types of nuclear models. First one, nuclear shell model. Second one, liquid drop model. Third one, collective model. Fourth one, Fermi gas model. Fifth one, optical model. And here we are going to discuss about nuclear shell model. Nuclear shell model. The nuclear shell model is a theoretical model to describe the atomic nucleus. The nuclear shell model was proposed by Dmitry Ivanko in 1932 and further developed independently by several physicists such as Maria Goeppert Mayer, Eugene Paul Signer, and J. Hans D. Jensen in 1949. It must be noted that this model is based on the Pauli's exclusion principle and it describes the structure of the nucleus in the terms of energy levels. അപ്പം ന്യൂക്ലിയർ ഷെൽ മോഡൽ എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ മോഡലാണ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ അറ്റോമിക് ന്യൂക്ലിയസ്. അറ്റോമിക് ന്യൂക്ലിയസിനെ തിയററ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ന്യൂക്ലിയർ ഷെൽ മോഡൽ. അത് ഇൻ ടേംസ് ഓഫ് എന്തായിരിക്കും, എനർജി ലെവൽസ് ആയിരിക്കും. ന്യൂക്ലിയർ ഷെൽ മോഡൽ എന്ന് പറയുന്നത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഡിമിട്രി ഇവാങ്കോ ആണ് ഇൻ 1932. പിന്നീട് 1949 വരെ പല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ ഫിസിസ്റ്റുകാർ അതിനെ ഫെർദറായിട്ട് ഡെവലപ്പ് ചെയ്തു. And it must be noted that this model is based on the Pauli's exclusion principle. Pauli's exclusion principle-നെ ബേസ് ചെയ്തിട്ടാണ് ന്യൂക്ലിയർ ഷെൽ മോഡൽ വന്നിരിക്കുന്നത്. And according to Pauli's exclusion principle, no two nucleons may occupy same state at the same time. Neutrons and protons are treated separately when their states are considered. Each have its own array of available quantized states. അപ്പം പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരിക്കലും രണ്ട് ന്യൂക്ലിയോൺസിന് ഒരു സെയിം സ്റ്റേറ്റ് അല്ലെങ്കിൽ സെയിം ടൈമിൽ ഉണ്ടാവത്തില്ല. ന്യൂട്രോൺസും പ്രോട്ടോൺസും നമ്മൾ അതിൻ്റെ സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു അറേ ഓഫ് അവൈലബിൾ ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റ് കാണും. ആൻഡ് ദെയർ ബൈ വി ക്യാൻ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ദ ന്യൂക്ലിയസ് ഇൻ ടേംസ് ഓഫ് എനർജി ലെവൽസ്. അപ്പം ഇതിൻ്റെ മെയിൻ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എനർജി ലെവലിലാണ് നമ്മൾ ആ ഒരു അറ്റോമിക് ന്യൂക്ലിയസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. The shell model assumes that the nucleons are distributed in a series of discrete energy levels satisfying certain quantum mechanical conditions. Certain number of nucleons of one kind formed closed shells and that the nucleons of one shell had no interaction with those in other shells in much the same way as the electrons in different orbitals in the outer sphere of the atom. As the capacity of each level is reached, a closed shell is formed and the photons and neutrons are being in separate shells. As this model, the motion of individual nucleons are considered. It is also referred to as single particle model and it is applicable to the nucleus in the ground state. അപ്പം ഷെൽ മോഡൽ എന്ന് പറയുന്നതിൽ ന്യൂക്ലിയോൺസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ലെവൽസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ക്വാണ്ടം മെക്കാനിക്കൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുമാണ്. ഈ ന്യൂക്ലിയോൺസ് ഒരു സെയിം കൈൻഡ് അല്ലെങ്കിൽ വൺ കൈൻഡിലുള്ള ഒരു സെർട്ടൺ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഒരു ക്ലോസ്ഡ് ഷെൽ ഫോം ചെയ്യും. അത് മറ്റൊരു ഷെല്ലിലുള്ള ന്യൂക്ലിയൻസ് ആയിട്ട് ഒരു തരത്തിലുള്ള ഇൻട്രാക്ഷൻസും കാണത്തില്ല. ആസ് ഇൻ എ വേ ദാറ്റ് ദ ഇലക്ട്രോൺസ് ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഇൻ ദ ഔട്ടർ സ്പിയർ ഓഫ് ആൻ ആറ്റം. ഇനി കപ്പാസിറ്റി ഓഫ് ഈച്ച് ലെവൽ, ഓരോ ലെവലിനും അതിൻ്റേതായിട്ടുള്ളൊരു കപ്പാസിറ്റി കാണും. ആ കപ്പാസിറ്റി റീച്ച് ചെയ്താൽ പിന്നെ അവിടെ ഒരു ക്ലോസ്ഡ് ഷെൽ ഫോം ചെയ്തു. ആ ക്ലോസ്ഡ് ഷെൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോൺസും ന്യൂട്രോൺസും പിന്നീട് അവരൊരു സെപ്പറേറ്റ് ഷെൽസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ആസ് ദിസ് മോഡൽ, ഈ ഒരു മോഡലിൻ്റെ അകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസിൻ്റെ മോഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെയർഫോർ നമുക്ക് ഈ ഒരു മോഡലിനെ റെഫർ ടു ആ സിംഗിൾ പാർട്ടിക്കിൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഈച്ച് ന്യൂക്ലിയോൺ ഇൻ ന്യൂക്ലിയസ് മൂവ്സ് ഇൻ വെൽ ഡിഫൈൻഡ് ഓർബിറ്റ് ആൻഡ് ഹാർഡ്ലി മേക്സ് എനി കൊളീഷൻ. ന്യൂക്ലിയോൺസ് ഓരോ ന്യൂക്ലിയസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ അകത്തെ ഓരോ ന്യൂക്ലിയോൺസും ഒരു വെൽ ഡിഫൈൻഡ് ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. അവർ കൊളീഷൻസ് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു മോഡലിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് മോഡൽ അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിക്കിൾ മോഡൽ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഇനി സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് മോഡൽ. വീക്ക് ന്യൂക്ലിയോൺ ഇൻട്രാക്ഷൻ. ഓൾറെഡി പറഞ്ഞു ന്യൂക്ലിയൻ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, വീക്കായിരിക്കും.
According to shell model, the neutrons and protons are believed to pair amongst themselves, and these paired nucleons are packed into separate shells within the nucleus. Each shell capacity is limited to a certain maximum number of protons or neutrons in accordance with the quantum rules and Pauli's exclusion principle, with nucleons being the fermions. A completely filled shell represent a particularly stable configuration of low energy. അപ്പം ഷെൽ മോഡൽ അനുസരിച്ച് ന്യൂട്രോൺസും പ്രോട്ടോൺസും അവർ പെയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ പെയർഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ സെപ്പറേറ്റ് ഷെല്ലിലാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതിൽ ഓരോ ഷെൽ കപ്പാസിറ്റിയും ലിമിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് അതിലൊരു സെർട്ടൺ മാക്സിമം നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും മാത്രമേ ഉള്ളൂ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതും എന്ത് ചെയ്യണം, അത് പലതരത്തിലുള്ള ക്വാണ്ടം മെക്കാനിക്കൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. എന്ന് വെച്ചാൽ അത് റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യണം, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ ഫെർമിയോൺസിൻ്റെ ആ ഒരു ന്യൂക്ലിയോൺസ് ഫെർമിയോൺസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഫെർമിയോൺസ് മീൻസ് ഹാഫ് ഓഡ് ഇൻറ്റീജേഴ്സ് പിന്നുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഫെർമിയോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പം അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഷെല്ലാണെങ്കിൽ അതിനെന്തായിരിക്കും, പർട്ടിക്കുലർലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും ഉണ്ടാകുക. ദാറ്റ് മീൻസ് അതിനെന്തായിരിക്കും, ഒരു ലോ എനർജി ലെവലായിരിക്കും അതിന് ഉണ്ടാവുക. Next is the nuclear potential. The orbit or the quantum state of the nucleon is analogous to the quantum state of an electron in the outer space. The orbit of the nucleon is determined by the nuclear potential, which is the average of the total effect of interactions of all the nucleons with one another. All nucleons, irrespective of their charge, attract one another, and this attractive force is of short range, operative inside the nucleus, and falls apart rapidly to zero outside the nuclear boundary. ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റ്, ഒരു ന്യൂക്ലിയോൻ്റെ ഓർബിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഇൻ ആൻ ഔട്ടർ സ്പേസിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റിനോട് അനലോഗസ് ആയിരിക്കും. ആൻഡ് ദ ഓർബിറ്റ് ഓഫ് എ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ്. ഓക്കെ, ഒരു ന്യൂക്ലിയോൻ്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ വെച്ചിട്ടായിരിക്കും. ദാറ്റ് മീൻസ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ടോട്ടൽ എഫക്റ്റ് ഓഫ് ഇൻ്ററാക്ഷൻസ് ഓഫ് ഓൾ ദ ന്യൂക്ലിയോൺസ് വിത്ത് വൺ അനദർ. എല്ലാ ന്യൂക്ലിയോൺസും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ടോട്ടൽ എഫക്റ്റ് ഓഫ് ഇൻ്ററാക്ഷൻ, അതിൻ്റെ ഒരു ആവറേജ് ആണ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് നമ്മൾ ഓർബിറ്റ് ഓഫ് എ ന്യൂക്ലിയോൺ ഡിറ്റർമൈൻ ചെയ്യുക. ഇനി എല്ലാ ന്യൂക്ലിയോൺസും അതിൻ്റെ ചാർജിന് ഇറസ്പെക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വീക്ക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുക. സോ അതിൻ്റെ അകത്ത് ആ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള അതിൻ്റെ ചാർജിനെ റെസ്പെക്റ്റീവായിട്ട് ഉള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ച് ആണ്. അതും ന്യൂക്ലിയസിൻ്റെ അകത്താണ് നടക്കുന്നത്. അതുതന്നെ പെട്ടെന്ന് തന്നെ എന്താകും, അത് റാപ്പിഡ്ലി സീറോയിലോട്ട് വരികയും അത് മീൻസ് ന്യൂക്ലിയസിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവത്തുള്ളൂ. അത് ആ ന്യൂക്ലിയസിൻ്റെ ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഒരു തലത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് ലാസ്റ്റത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ന്യൂക്ലിയോൺസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ചാർജ് അട്രാക്ട് വൺ അനദർ ആൻഡ് ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഓഫ് ഷോർട്ട് റേഞ്ച് ഓപ്പറേറ്റീവ് ആണ്, വിച്ച് ഈസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്, and it falls apart rapidly to zero when it is outside the nuclear boundary. Next is the sequence of filling of the orbits. The nucleons start filling from the orbit of the lower energy at the bottom of the potential well, that is 1s orbit. The sequence of filling the orbit is 1s, 1p, 1d, 2s, 1f, 2p, 1g, 2d, 3s, 1h, 2f, 3p, 1i, 2g, etc. The orbit capacities are s is equal to 2, p is equal to 6, d is equal to 10, f is equal to 14, g is equal to 18, h is equal to 22, and so on. There are 3 different potential modes proposed to fill the orbits, namely rectangular well potential mode, harmonic oscillator potential model, and spin orbit coupling model, which is the most accepted model. ഇനി ഓരോ ഓർബിറ്റും എങ്ങനെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്.
ന്യൂക്ലിയോൺസ് ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ലോവർ എനർജി ഓഫ് ദ ബോട്ടം പൊട്ടൻഷ്യൽ വെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 1s ഓർബിറ്റ് ആണ്. ഇനി ഫില്ലിംഗ് ഓഫ് ദ ഓർഡർ, ഫില്ലിങ്ങിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1s, 1p, 1d, 2s, 1f, 2p, 1g അങ്ങനെ ഒരു ഓർഡറിലാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഓരോന്നിൻ്റെയും കപ്പാസിറ്റി എസ് ഓർബിറ്റ് ഉണ്ട്, പി ഓർബിറ്റ് ഉണ്ട്, ഡി ഓർബിറ്റ് ഉണ്ട്, എഫ് ഓർബിറ്റ് ഉണ്ട്. അതിനെല്ലാത്തിനും ഓരോ ഓർബിറ്റിനും അതിൻ്റേതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ എസ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 2 ആയിരിക്കും. ആൻഡ് പി ഈസ് ഈക്വൽ ടു 6 ആയിരിക്കും. ഡി ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ കപ്പാസിറ്റീസ് ഉണ്ട്. ഇനി 3 പൊട്ടൻഷ്യൽ മോഡൽസ് ആണ് ഇങ്ങനെ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ 3 എണ്ണമാണ്. ഫസ്റ്റ് വൺ റെക്ടാങ്കുലർ വെൽ പൊട്ടൻഷ്യൽ മോഡൽ, സെക്കൻഡ് വൺ ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ മോഡൽ, ആൻഡ് തേർഡ് വൺ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മോഡൽ. അതിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മോഡലാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതും കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. Next one is nuclear hybridization. Due to closeness of the neighboring levels, especially at the higher energy levels, crossover occurs. In addition, between two very close lying shells, the transfer of neighbor level may occur. The transfer of the nucleon from the filled lower to an incomplete higher neighbor level occurs, leaving the odd unpaired nucleon in the lower level instead in the high level. This process is referred to as nuclear hybridization. അപ്പം ന്യൂക്ലിയർ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോ നെയ്ബറിങ് ലെവൽസും തമ്മിൽ എന്താണ് അടുത്തടുത്ത്, അത്ര വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ച് ക്ലോസ് ആയിട്ടാണ്, അടുത്തടുത്താണ് നിൽക്കുന്നത്. ആ ഒരു ക്ലോസ്നെസ് കൊണ്ട് ഹയർ ലെവൽസ് എന്ന് പറയുന്നത് എന്താവും? ക്രോസ് ഓവർ അവിടെ സംഭവിക്കും. ഓക്കെ, അപ്പം നെയ്ബറിങ് ലെവൽസ് തമ്മിൽ വലിയ രീതിയിൽ ഡിഫറൻസ്, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല, ഭയങ്കര ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ദെയർഫോർ ഹയർ ലെവൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ക്രോസ് ഓവർ സംഭവിക്കും. അതുപോലെ ദാറ്റ് മീൻസ് In addition, between two very close lying shells, the transfer of a nucleon from the filled lower to an incomplete higher neighbor level may occur. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെയ്ബറിങ് ലെവൽസ് തമ്മിൽ ഓൾറെഡി പറഞ്ഞു ഡിസ്റ്റൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, അവിടെ ക്രോസ് ഓവർ നടക്കുമെന്ന് പറഞ്ഞു. ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെയർ എന്ന് പറയുമ്പം ഓൾറെഡി അവിടെ ഫിൽഡ് ആയിരിക്കും. ആ ഫിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ക്ലോസ് ലൈൻ, 2 ലെയേഴ്സ് അത് നല്ല ക്ലോസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം താഴത്തെ ഫിൽഡ് ആയിട്ടുള്ള ആ ലോവർ ലെയറിൽ നിന്നും ന്യൂക്ലിയോണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഹയർ ലെവലിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും, മുകളിലോട്ട് ചാടിപ്പോവും. ദാറ്റ് മീൻസ് ലീവിങ് ആൻ odd unpaired nucleon in the lower level instead of higher level. എന്ന് പറഞ്ഞാൽ താഴത്തെ ലെവലിൽ നല്ല ഫിൽഡ് ആയിട്ടുള്ള ന്യൂക്ലിയോൺസ് എല്ലാം ഇരിപ്പുണ്ട്, മുകളിലത്തെ ഹയർ ലെവലിൽ ന്യൂക്ലിയോൺസ് ഒന്നും ഇല്ല. ആ 2 ലെയേഴ്സും അടുത്തടുത്ത് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്കിൽ എന്ത് സംഭവിക്കും? ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലോട്ട് ന്യൂക്ലിയോൺസ് ട്രാൻസ്ഫർ ആവും. അതാണ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പം ഹയർ ലെവലിനെ കമ്പയർ ചെയ്യുമ്പം ലോവർ ലെവലിൽ എന്തുണ്ടായി? അൺപെയർഡ് ന്യൂക്ലിയോണ് ഫോം ചെയ്തിരിക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. Okay, that means due to closeness of the neighboring levels, higher energy levels, a crossover occurs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Next is nuclear configuration. The nuclear configuration of a given nuclide AXX is obtained by adding the neutrons and protons in accordance with the Pauli's exclusion principle to the levels in the order as shown in the figure. ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന പോലെ ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോ ലെവൽസിൽ ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. ആ ഒരു കോൺഫിഗറേഷനെയാണ് ന്യൂക്ലിയർ കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നുണ്ടോ? 1s ഹാഫ് ഉണ്ട്. ദാറ്റ്സ് 1sൽ 1s ഹാഫ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു ന്യൂക്ലിയർ കോൺഫിഗറേഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ ന്യൂക്ലിയൈഡിൻ്റെ പലതരത്തിലുള്ള ന്യൂക്ലിയർ കോൺഫിഗറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. And this model is inconsistent with the observed periodicity in several nuclear property. ഇനി ന്യൂക്ലിയർ ഷെൽ മോഡൽ വെച്ചിട്ട് നമുക്ക് പല തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൽ കുറച്ചെണ്ണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മാജിക് നമ്പേഴ്സ്. മാജിക് നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേ അറിയാം, ഒരു പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും വിച്ച് ഇസ് നോൺ ആസ് മാജിക് നമ്പേഴ്സ്. ഇനി അതെന്താണെന്ന് നോക്കാം. The periodic variation of properties of elements with the number of electrons in an atom, that is 2, 10, 18, 36, 54 and 86 is well known, and this forms the basis of the periodic classification of elements.
Closed shells of electrons are formed in the outer space of an atom when the number equals to these values. The nuclear properties are known to vary periodically is period coming to and when the number of protons or neutrons in the nucleus which is equal to 2, 8, 25, 82, 126 and these numbers are referred to as magic numbers. ഇപ്പം മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പറാണ്? 2, 8, 25, 82, 126 അങ്ങനെ പറയുന്ന നമ്പേഴ്സാണ് മാജിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ പീരിയോഡിക് വേരിയേഷൻസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഓരോ ഒരു ആക്ടം അതിൽ പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിന് എന്തായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസിനൊക്കെ എന്തായിരിക്കും പീരിയോഡിക് വേരിയേഷൻസ് സംഭവിക്കും. ദാറ്റ് മീൻസ് ഒരു പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് അതാണ് പറയുന്നത്. ഇനി ക്ലോസ്ഡ് ഷെല്ലായിട്ടുള്ള ഇലക്ട്രോൺസ് ആർ ഫോംഡ് ഇൻ ദ ഔട്ടർ സ്പേസ് ഓഫ് ആൻ ആക്ടം. എപ്പോഴാണ് അതെന്ന് പറയുന്നത് ഈ ഒരു വാല്യൂസിനോട് 2, 10, 18 എന്ന് പറയുന്ന ആ ഒരു വാല്യൂസിനോട് ഈക്വൽ ആകുമ്പോൾ ക്ലോസ്ഡ് ഷെൽ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഔട്ടർ സ്പേസ് ഓഫ് ആൻ ആക്ടത്തിൽ ഫോം ചെയ്യും. ഇനി ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വേരിഡ് പീരിയോഡിക്കലി ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും എന്ത് ചെയ്യുക? വേരി ചെയ്യുക. ദാറ്റ് മീൻസ് കമ്മിങ് വെൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും പ്രോട്ടോൺസും 2 അല്ലെങ്കിൽ 8 25 82 126 എന്ന് പറയുന്ന നമ്പേഴ്സിനോട് ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് ഒന്നും കൂടെ റിപ്പീറ്റ് ആവുന്നു. അതാണ് ഓക്കെ. അതല്ലെങ്കിൽ വേരി ചെയ്യുന്നു പീരിയോഡിക്കലി ആയിട്ട് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. അതിനെയാണ് മാജിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് ആർ വേരിയിങ് പീരിയോഡിക്കലി when the number of protons or neutrons in the nucleus equals to 2, 8, 25, 82, 126 etc. അപ്പം അങ്ങനെ ആ വേരി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ നമ്പർ എത്തുമ്പോഴത്തേക്കിന് ദാറ്റ് ഇസ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും നമ്പർ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നമ്പറിനോട് ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് പീരിയോഡിക്കലി വേരി ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്ന ആ നമ്പേഴ്സിനെയാണ് മാജിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് 2, 8 ഈ സൈഡിൽ എടുത്തിരിക്കുന്ന 2, 8, 20, 28, 50, 82 എന്ന് പറയുന്ന നമ്പേഴ്സാണ് മാജിക് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഹൈ മീൻ ബൈൻഡിങ് എനർജി. The maxima in the plot of mean binding energy as a function of A occur at the magic numbers of Z or N, where both Z and N are magic numbers. ഇപ്പം ഓക്സിജൻ, ഹീലിയം, കാൽഷ്യം, ലെഡ് എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് അവർക്ക് പെർട്ടിക്കുലർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പം ദ മാക്സിമ ഇൻ ദ ദാറ്റ് ഇസ് അറ്റ് ദ പീക്ക് ഓഫ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയൈ ഈസ് ഹൈ ആൻഡ് ദിസ് ന്യൂക്ലിയൈ ഓൾസോ കറസ്പോണ്ട്സ് ടു മാജിക് നമ്പർ. ഇപ്പം പീക്കിൽ ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ന്യൂക്ലിയൈനെ നമ്മൾ മാജിക് നമ്പറിനോട് കറസ്പോണ്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇവിടെ താഴെ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജിയാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ടെൻഡൻസി ഓഫ് പെയറിംഗ്. As electrons tends to pair up, it forms a stable bond. So do the nucleons of the same kind. Such pairing is add to the stability of the nucleus. The heaviest stable nuclide in nature is bismuth with 126 neutrons, and the stable end product of all naturally occurring radioactive series of elements is lead with 82 protons, while that of the man-made is bismuth with 126 neutrons. Even Z or N nuclides are the most abundant amongst the stable nuclide in nature, that is 165/274. അപ്പം ടെൻഡൻസി ഓഫ് പെയറിംഗ് എന്ന് പറയുന്നത് ഒരു ആ ഇലക്ട്രോൺസ് നമ്മൾ പെയർ ചെയ്യുമ്പം അവിടെ ഒരു സ്റ്റേബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത് അല്ലേ? അത് നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ ന്യൂക്ലിയോൺസ് പെയർ ചെയ്താലും സെയിം കൈൻഡിലുള്ള ന്യൂക്ലിയോൺസ് പെയർ ചെയ്താലും അവിടെ എന്ത് തന്നെ ഫോം ചെയ്യും? ഒരു സ്റ്റേബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യും. ദാറ്റ് മീൻസ് പെയറിംഗ് ഓഫ് ദ ന്യൂക്ലിയോൺസ് പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി ടു ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയോൺസ് പെയർ ചെയ്താൽ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. ഇനി ഹെവിയസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയോയിഡ്, നമ്മുടെ നേച്ചറിൽ ഉള്ള ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത് ബിസ്മത്ത് ആണ്. 209 ആണ്. അതിൽ 126 ന്യൂട്രോൺസ് ഉണ്ട്.
ഇനി എല്ലാ നാച്ചുറലി ഒക്വയറിംഗ് റേഡിയോ ആക്റ്റീവ് സീരീസ് ഓഫ് എലമെൻസിൻ്റെയും സ്റ്റേബിൾ ആയിട്ടുള്ള എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ലെഡാണ്. ആ ലെഡിൻ്റെ അകത്ത് 82 പ്രോട്ടോൺസ് കാണും. പിന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഇതാണ് ബിസ്മത്ത് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് Bi, വിച്ച് ഈസ് 209 ആണ്, വിത്ത് 126 ന്യൂട്രോൺസ് ആണ്. ഇനി മോസ്റ്റ് അബണ്ടൻറ്റ് എമംഗ്സ് ദ സ്റ്റേബിൾ ന്യൂക്ലിയർ നേച്ചർ എന്ന് പറയുന്നത് 165/274 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബീറ്റ ഡി കെ, ആൽഫ ഡി കെ ഒക്കെയാണ്. ബീറ്റ ഡി കെ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ബീറ്റ ഡി കെ വുഡ് ബി സ്പെഷ്യലി ഹൈ ആൻഡ് ഹാഫ് ലൈഫ് റിലേറ്റീവ്ലി ഷോർട്ട് ആയിരിക്കും ഇഫ് ദ റിസൾട്ടിംഗ് പ്രോഡക്റ്റ് ഹാസ് ഇസഡ് ഓർ എൻ ഈക്വൽ ടു മാജിക് നമ്പർ. അപ്പോൾ നമുക്ക് ആ ഒരു ഡി കെ നടക്കുമ്പോൾ, ബീറ്റ ഡി കെ നടക്കുമ്പം കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇസഡ് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് മാജിക് നമ്പറിനോട് ഈക്വൽ ആണെങ്കിൽ അതിന് ഹൈ ആയിരിക്കും. ദാറ്റ്സ് എനർജി എന്ന് പറയുന്നത് ഹൈയും അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ടും ആയിരിക്കും നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിന്. ഓക്കെ, അപ്പോൾ ബീറ്റ ഡി കെ നടക്കുമ്പോൾ ഇസഡ് അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ മാജിക് നമ്പറിനോട് ഈക്വൽ ആണെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? അതിന് എനർജി ഹൈ ആയിരിക്കും, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും. അതേസമയം ആൽഫ ഡി കെ ആണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് ദ എമിഷൻ ഓഫ് ഹീലിയം ന്യൂക്ലിയസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ് അല്ലേ. ആൽഫ ഡി കെക്കകത്താണെങ്കിൽ ആൽഫ ഡി കെ സംഭവിക്കുമ്പോൾ ഹീലിയം ആറ്റത്തിനെയാണ് അല്ലെങ്കിൽ ഹീലിയം ന്യൂക്ലിയസ് ആണ് എമിഷൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് 2 പ്രോട്ടോൺസും കാണും, 2 ന്യൂട്രോൺസും കാണും. ആൻഡ് ന്യൂക്ലിയർസ് വിത്ത് 128 ന്യൂട്രോൺസ് വുഡ് ബി ഫേവേർഡ് പൊസിഷൻ ഇൻ റിഗാർഡ് ടു ആൽഫ ഡി കെ. അപ്പോൾ ആൽഫ ഡി കെ നടക്കുന്ന ആ ഒരു ന്യൂക്ലിയൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 128 ന്യൂട്രോൺസ് കാണും. അപ്പം അതിൻ്റെ ആ ഒരു ഡി കെ നടന്ന് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഡോട്ടർ ന്യൂക്ലിയൈഡ് ഉണ്ടല്ലോ അത് മാജിക് നമ്പർ വുഡ് ബി ലെഫ്റ്റ് വിത്ത് ദ മാജിക് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതിനൊരു മാജിക് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി സച്ച് ന്യൂക്ലിയൈഡ് സച്ച് ആസ് ഏതാ തന്നിരിക്കുന്നത്, പൊളോണിയം 21284 എന്ന് പറയുന്ന വുഡ് ബി വെരി ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും ആൻഡ് എമിറ്റ് ആൽഫ പാർട്ടിക്കിൾസ് ഓഫ് ഹൈ എനർജി എന്ന് പറയുന്നത് 8 to 9 ഇലക്ട്രോൺ വോൾട്ട് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും കാണുന്നത്. ഓക്കെ, അതാണ് ആൽഫ ഡി കെയും ബീറ്റ ഡി കെയും. അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് സ്റ്റേബിൾ ഐസോട്ടോൺസ് നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ന്യൂട്രോൺ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ പറയാൻ വേണ്ടി പറ്റും. സെപ്പറേഷൻ ഓഫ് എനർജി ഓഫ് എ ന്യൂട്രോൺ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത്തരത്തിലുള്ള കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് ഈ ഒരു ന്യൂക്ലിയർ ഷെൽ മോഡൽ വെച്ചിട്ട് നമുക്ക് കൺവേ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ മെയിൻ മെറിറ്റ്സ് ഓഫ് ദിസ് ഷെൽ മോഡൽ എന്ന് പറയുന്നത് മെയിൻലി ഇവിടെ 5 പോയിൻറ്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പീരിയോഡിസിറ്റി ഓഫ് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് ആണ്. ദാറ്റ് മീൻസ് പീരിയോഡിസിറ്റി ഇൻ ദ ന്യൂക്ലിയർ പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? സ്റ്റെബിലിറ്റി, ബൈൻഡിങ് എനർജി, അബൻഡൻസ് ഇൻ നേച്ചർ, ന്യൂട്രോൺ അബ്സർപ്ഷൻ, ക്രോസ് സെക്ഷൻ എക്സെട്ര ആൻഡ് മാജിക് നമ്പേഴ്സ് ഓഫ് ന്യൂട്രോൺസ് ഓർ പ്രോട്ടോൺസ് ആർ വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. ന്യൂക്ലിയർ ഷെൽ മോഡൽ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. Second one, prediction of total angular momentum, parity, magnetic momentum of a nucleus ഒക്കെ നമുക്ക് predict ചെയ്യാൻ പറ്റും. And the spin and parity of the nuclei നമുക്ക് Jയും L values, J വാല്യൂയും L വാല്യൂയും വെച്ചിട്ട് ഒരു ന്യൂക്ലിയയുടെ സ്പിന്നും പാരിറ്റിയും നമുക്ക് ഡിറ്റർമൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. തേർഡ് വൺ, ന്യൂക്ലിയർ ഹൈബ്രിഡൈസേഷനും ന്യൂക്ലിയർ കോൺഫിഗറേഷനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. ഫോർത്ത് വൺ, ഇറ്റ് കോറിലേറ്റ്സ് വിത്ത് nuclear isomerism with magic numbers. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുമ്പം ഡിറ്റർമിനേഷൻ ഓഫ് ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെൻറ്റ്. അപ്പം ഈ ഒരു 5 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഷെൽ മോഡലിൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. മെറിറ്റ്സ് മാത്രമല്ല, ഇതിന് കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ഡീമെറിറ്റ്സ് ആയിട്ട് ഇപ്പം പറയുവാണെങ്കിൽ it failed to explain the stability of 4 stable nuclei, hydrogen 4 2, പിന്നെ ലിഥിയം 6 3, നൈട്രജൻ 14 7 എന്നൊക്കെ പറയുന്ന ഈ ഒരു 3 കാര്യങ്ങൾ, ഹൈഡ്രജൻ, ലിഥിയം, നൈട്രജൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേബിളായിട്ടുള്ള ന്യൂക്ലിയയുടെ സ്റ്റെബിലിറ്റി നമുക്ക് ഷെൽ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇറ്റ് ഡസ് നോട്ട് പ്രെഡിക്റ്റ് ദ കറക്റ്റ് വാല്യൂസ് ഓഫ് ന്യൂക്ലിയർ സ്പിൻ ഓഫ് സെർട്ടൺ ന്യൂക്ലിയർ. കറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ സ്പിൻ, നമുക്കൊരു സെർട്ടൺ ന്യൂക്ലിയയുടെ കറക്റ്റ് സ്പിൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ക്വാഡ്രപ്പോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെൻറ്റിൻ്റെ ഡിറ്റർമിനേഷൻ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മെറിറ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷേ അത് ആക്ച്വലി ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് ഈ ക്വാഡ്രപ്പോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് എഗ്രിമെൻറ്റ്. അപ്പം ഇതൊക്കെ ഒരു 3 മെയിൻ പോയിൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഷെൽ മോഡലായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. സോ താങ്ക് യു. ഇത്രയേ ഉള്ളൂ ടോപ്പിക്.